ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ഒരു മരപ്പണിക്കാരൻ എന്നതിലുപരിയായി രക്ഷകന്റെ പിതാവായി നിയോഗം സിദ്ധിച്ച ഒരു വ്യക്തിയാണ് വിശുദ്ധ ഔസേപ്പ് പിതാവ്. നമ്മെ അനുഗ്രഹത്തേക്ക് നയിക്കുന്ന ഒരു ജീവിത സാക്ഷ്യമാണ് വിശുദ്ധ ഔസേപ്പ് പിതാവ്. പരിശുദ്ധ കന്യാമറിയത്തെ ഔസേപ്പ് എത്രമാത്രം സ്നേഹിച്ചെന്ന് തിരുസഭയിലൂടെ നാം മനസ്സിലാക്കുന്നുണ്ട്. അവർ പൂർണ്ണമായി പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്തിലും നിയന്ത്രണത്തിലും ജീവിതം സമർപ്പിച്ചവരാണ്. പൂർണ്ണ ഗർഭിണിയായ മറിയത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് ബെത്ലഹേമിലേക്കുള്ള യാത്രയിൽ നിരന്തരം മാനസിക സംഘർഷങ്ങൾക്കും സഹനങ്ങൾക്കും നടുവിലും തന്റെ പ്രത്യാശ സ്വർഗീയ പിതാവിൽ അർപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഔസേപ്പ് നടത്തിയ യാത്ര തുടരുകയായി. ഒരിക്കലും പിന്തിരിഞ്ഞ് നോക്കിയിട്ടില്ല. ഈറ്റുനോവിൽ വേദനിക്കുന്ന തന്റെ ഭാര്യയ്ക്കായി ഒരൽപ്പം വിശ്രമ സ്ഥലം ലഭിക്കാതിരിക്കില്ല എന്ന വിശ്വാസത്തിൽ ഓരോ വാതിലും മുട്ടുമ്പോഴും ഔസേപ്പ് തന്റെ ദൈവത്തെ കൈവിട്ടിരുന്നില്ല. അവസാനം കാലിൽ തൊരുത്ത് ദിവ്യരക്ഷകന് ജന്മസ്ഥലമായിരുന്നപ്പോൾ അതിലും ദൈവത്തിന്റെ പരിപാലന ദർശിച്ചുകൊണ്ട് സന്തോഷിച്ചതല്ലാതെ പിറുപിറുത്തില്ല ആ നല്ലപ്പൻ. യഥാർത്ഥ പിതാവും ഭർത്താവും ആകാൻ ഒരുവൻ ശ്രമിക്കണമെങ്കിൽ അവൻ ആദ്യം ദൈവത്തെ സ്നേഹിക്കണം. ദൈവസ്നേഹത്തിൽ നിന്നാകണം ജീവിത പങ്കാളിയോടുള്ള സ്നേഹം പിറവിയെടുക്കേണ്ടത്. ഒരു നല്ല അപ്പൻ കുടുംബത്തിൽ ഉള്ള കാലം കുടുംബങ്ങളെ നോക്കി ദൈവം പരിതപിക്കില്ല. ആധുനിക കുടുംബങ്ങൾ സ്വർഗമാക്കാൻ വിശുദ്ധ ഔസേപ്പ് നൽകുന്ന മാതൃക നമുക്ക് അനുകരിക്കാം. ഓരോ കുടുംബത്തിലും നല്ലൊരു അപ്പൻ ഉണ്ടാകട്ടെ. എല്ലാവർക്കും നല്ലൊരു ആഗമന കാലം ആശംസിക്കുന്നു.